ഡാൻസിനെതിരെ ഒരു അധ്യാപകൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് വിസ്ഡം ജനറൽ സെക്രട്ടറി ആയ ടി കെ അഷ്റഫ് സാഹിബിനെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച റബേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ ഇന്നും സർവീസിലുണ്ട്. എത്ര മാരകമായ വർഗീയതയാണ്, വിദ്വേഷ പ്രചരണമാണ് വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം തിരികൊളുത്തിയത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം സുഗമമായി ഇന്നും സർവീസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം വിരുദ്ധതയുടെ അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധതയുടെ ആശയങ്ങളെയും പ്രയോഗ മാതൃകകളെയും എമ്പാടും നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇത് ലിബറലിസത്തിന്റെ അഴിഞ്ഞാട്ടം നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. സാഹോദര്യത്തെയും സൗഹാർദ്ദത്തെയും കടക്കൽ കത്തിവെക്കുന്ന പരാമർശങ്ങൾ നിരന്തരമായി ക്യാപ്സൂളുകളായി കേരളത്തിന്റെ തെരുവുകളിൽ ടൺ കണക്കിന് ഇസ്ലാമോഫോബിയുടെ ഉൽപ്പന്നങ്ങൾ CPM-കാർ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വാരി വിഴുങ്ങുന്ന പണി മാത്രമാണ് കേരളത്തിലെ BJP-കാർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് അത്യന്തം അപകടകരമാണ്. നിങ്ങൾ തകർന്നാലും ശരി, നിങ്ങൾ വാണാലും ശരി, പക്ഷേ ഈ സംസ്ഥാനത്തെ പെറുക്കിയെടുക്കാൻ സാധിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത് തകർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ കൈവിട്ട കളി കളിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്ന ഗുണകാംക്ഷയുള്ള ഒരു സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ വിശദീകരണ സമ്മേളനത്തിൽ സ്വീകരിക്കുന്നത്. ഇതേ വേദിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒഴിഞ്ഞ എല്ലാ ഗ്രൗണ്ടിലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മെമ്പർമാർ അണിനിരക്കുന്ന പാർട്ടി എന്ന് പേര് നടിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കിക്കൊണ്ട് തങ്ങളുടെ ഭരണവിരുദ്ധ വികാരം, തങ്ങളുടെ ഭരണപരാജയങ്ങൾ മറച്ചു പിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമുക്കെല്ലാം അറിയാം. നിലമ്പൂരിൽ വന്ന ആളുകളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇവിടെ മത്സരിക്കുന്ന പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് പുറത്തുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ വേദിയിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. സ്വരാജിൻ്റെ എതിർ സ്ഥാനാർത്ഥി സയ്യിദ് അബ്ദുൽ മൗദൂദിയാണ് എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയ സംവാദത്തിന് ത്രാണി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല, നിങ്ങളുടെ മരിച്ച് മണ്ണടിഞ്ഞ മഹാന്മാർ മുതൽ നിങ്ങൾ ഷോക്കേസിൽ വെച്ച നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളടക്കം ഇന്നും അതിൽ ആത്മാഭിമാന ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെല്ലാവരും നിങ്ങളെല്ലാവരും വായിക്കുന്നുവെന്ന് ബ്രാൻഡ് ചെയ്ത ഇവിടെ പരാജയപ്പെട്ട നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഫോറസ്റ്റിലെ എല്ലാ കൊമ്പനാനകളും ചിഹ്നം വിളിച്ചാലും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ 10-1 ആദർശത്തോട് അഭിമുഖീകരിക്കാൻ ശേഷി നിങ്ങൾക്കില്ല. അത് ഞങ്ങൾക്കറിയാം. പിന്നെന്തിനാണ് നിങ്ങളൊരു വിശദീകരണ സമ്മേളനം നടത്തിയെന്ന് ചോദിച്ചാൽ ഇവിടെ എയറിൽ ചില ആരോപണങ്ങളുണ്ട്. നിലമ്പൂരിനെ മുൻനിർത്തി ഈ സംസ്ഥാനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്താനാണ്. നിലമ്പൂർ അങ്ങനെയാണ്, പാലക്കാട് അങ്ങനെയാണ്, തൃക്കാക്കര കുറച്ച് യശി, പുതുപ്പള്ളി അത് യശിയില്ല, പുതുപ്പള്ളി അത് അങ്ങനെ വർക്ക് ചെയ്തില്ല. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് പാലക്കാടും നിലമ്പൂരുമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇവിടെ എല്ലാം ജമാഅത്തെ ഇസ്ലാമി പ്രധാനപ്പെട്ട വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഷയം നിങ്ങളെടുത്ത് നോക്കുക. നിങ്ങളുടെ തന്നെ കൊട്ടേഷൻ എടുത്ത് ഇന്നലെയും മിനിഞ്ഞാന്നും BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഏതായാലും അത് പരാജയപ്പെട്ടു, ഡൽഹിയിൽ നോക്കാമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെഫറൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങളല്ല, BJP-യും സംഘപരിവാറും RSS-ഉമാണ് എന്നതിൻ്റെ ഏറ്റവും ഔദ്യോഗിക തെളിവാണ് നിങ്ങൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അതേപടി ഏറ്റെടുത്തുകൊണ്ട് ഡൽഹിയിൽ BJP-യുടെ അധ്യക്ഷൻ നടത്തിയ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ. കാരണം ആ പത്രസമ്മേളനത്തിൽ ഒരുപാട് അപകടകരമായ കാര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം നിങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇവിടുത്തെ സ്ഥാനാർത്ഥി ജയിച്ചു, നിയമസഭാ സാമാജികനായി അദ്ദേഹം ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോഴും പരാജയപ്പെട്ടിട്ടില്ല എന്ന് സമർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പോയ സ്ഥാനാർത്ഥി. LDF-ന്റെ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് അതിനുശേഷം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ തോറ്റിട്ടില്ല എന്നാണ്. ആരോ പറഞ്ഞതുപോലെ
യഥാർത്ഥത്തിൽ LDF-മായി പ്രത്യേകിച്ച് CPM-മായി മത്സരിക്കാനും അവരെ തോൽപ്പിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇന്നലെയും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച എല്ലാ ആളുകളെയും ബത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുതരം മാനസിക നിലതെറ്റിയ വിഭ്രാന്തി പോലെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നിങ്ങളെടുത്ത് വായിച്ചാൽ അറിയാം അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരണ സമ്മേളനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് പറയാനാണ്, എന്തല്ല എന്ന് പറയാനല്ല. ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന് പറയാനാണ്. അത് വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ രണ്ടാമത് ഈ വിശദീകരണ സമ്മേളനം വിളിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, LDF എന്ന് പറയുന്ന ഈ CPM ജമാഅത്തിനെ മുൻനിർത്തി നിലമ്പൂരിൽ സവിശേഷമായും കേരളീയ ഇലക്ഷനുകൾക്കെല്ലാം പൊതുവിലുമായി രൂപീകരിച്ച ഒരു ക്യാപ്സൂൾ ഉണ്ട്. ആ ക്യാപ്സൂൾ പരാജയപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ്. അതുകൊണ്ട് ആ ക്യാപ്സൂൾ പരാജയപ്പെടും. ഇനിയും അത് പരാജയപ്പെടാനുള്ള ക്യാപ്സൂളുകളാണ്. അപ്പൊ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടത്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനുകളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി പാർട്ടി സെക്രട്ടറി ഏതെങ്കിലും ഒരു സൈബർ പോരാളിയാണ് പറയുന്നെങ്കിൽ നമുക്ക് അതങ്ങ് വിട്ടയച്ച് കളയാം. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറയുന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന്. എല്ലാ മുസ്ലിം സംഘടനകളും അതിനെതിരെ പ്രതികരിച്ചുവെന്ന് ആരാണ് പറഞ്ഞത്? പാർട്ടി സെക്രട്ടറിയാണ്. ആവർത്തിച്ച് അദ്ദേഹം പറയാം. പിന്നെ മാനനഷ്ടത്തിന് വക്കീൽ ഡിഫോമേഷൻ കേസ് പോയപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തടിതപ്പിയത്. അപ്പൊ യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യനും അത് ഇവരുടെ നേതാക്കന്മാർ ആ സമയത്ത് നടത്തിയ ഫേസ്ബുക്കിലെ പോസ്റ്റ് എന്താണ്, പ്രസ്താവനകൾ എന്താണ്, അതുപോലെ എന്തെങ്കിലും അപലപിച്ചിട്ടുണ്ടോ, അതിനെ അനുകൂലമായ പ്രതികൂലമായ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു 3-4 ദിവസത്തെ സ്ക്രോൾ നടത്തിയാൽ മതി. പക്ഷെ അതിന് പോലും മെനക്കെടില്ല. ഈ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് സാമാന്യ ബോധമുള്ളവർ ഭ്രാന്തന്മാരാകുന്ന ലോകമാണ് വിദ്വേഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് യഥാർത്ഥത്തിൽ 2 ദിവസത്തേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇതിൽ എന്താണ് പറയുന്നതെന്ന് കാണാൻ കഴിയും. പക്ഷെ അതിനു പോലും മെനക്കെടാതെ വളരെ പച്ചക്കള്ളം, വ്യാജം നിരന്തരമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഈ പ്രചരണത്തിന് വേണ്ടി നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ, എന്തിനാ നമ്മൾ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ ഞാൻ പറഞ്ഞു വരാം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയെ അതിന് മറുപടി പറയേണ്ട ആവശ്യം ജമാഅത്തെ ഇസ്ലാമിക്ക് 7.5 പതിറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം 7.5 പതിറ്റാണ്ടിൽ ഈ പ്രസ്ഥാനം ജീവിച്ച വഴികൾ, അതിന്റെ ട്രാക്ക് റെക്കോർഡ്, അതിന്റെ പ്രവർത്തകർ, നിങ്ങളുടെ എല്ലാം മുന്നിൽ സംശുദ്ധമായ ജീവിതത്തിന്റെ റെക്കോർഡുകൾ ഇങ്ങനെ പ്രോജ്വലിപ്പിച്ചു നിർത്തുന്ന പ്രവർത്തകർ എല്ലാ ഗ്രാമങ്ങളിലും സംഭാവന ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ സ്ഥാപിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യപ്പെടില്ല. പക്ഷെ പിന്നെ എന്തിനാ നിങ്ങളിത് പറയുന്നത്? ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്, നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഈ സംസ്ഥാനത്തെ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ സ്വൈര ജീവിതത്തിന് വേണ്ടിയാണ്. വിദ്വേഷവും വെറുപ്പിന്റെയും അതുപോലെ തന്നെ ആ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പ്രചാരണങ്ങൾ അസ്തമിക്കാൻ വേണ്ടിയാണ്. അതിലൂടെ മുതലെടുപ്പ് നടത്തുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വിഷലിപ്തമായ ഐഡിയോളജിയുടെ പ്രചാരകർ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിന്റെ മുൻകരുതലാണ് നമ്മൾ നടത്തുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഈ കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ അപകടം എന്താണ്? നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ അനുകൂലികൾ എന്ന പ്രസ്താവനകൾ സംഘപരിവാർ നിരന്തരം നെയ്തെടുക്കാറുണ്ട്. അങ്ങനെ നെയ്തെടുക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ക്രിക്കറ്റ് കളി ഉണ്ടായാൽ ഇന്ത്യ രാജ്യം തോറ്റാലും ജയിച്ചാലും, യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ തോറ്റാലും ജയിച്ചാലും അതിന്റെ അടി, അതിന്റെ മർദ്ദനം, അതിന്റെ വേണ്ടി ലിഞ്ചിങ് നടത്തുന്നത്, അതിന് വിധേയമാകുന്നത് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. നമ്മളെല്ലാ സമയത്തും ഈ ക്രിക്കറ്റ് കളിയുടെ ഭാഗമായി അവർ താമസിക്കുന്ന ഗല്ലികളിൽ കലാപം അഴിച്ചുവിടുന്നു, അവരുടെ പള്ളികൾക്ക് നേരെ കല്ലെറിയുന്നു, അവരുടെ വീടുകൾ തകർക്കാൻ ശ്രമിക്കുന്നു, അവരുടെ കളിമൈതാനങ്ങൾ അവരെ കൂടുതൽ ഒരുമിച്ച് കൂടുന്നത് മലിനമാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാർ പയറ്റിത്തളഞ്ഞ ഒരു പാകിസ്ഥാൻ ആരോപണം, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ച് ഈ സംഘപരിവാർ വളരെ വ്യവസ്ഥാപിതമായി നെയ്തെടുത്ത ആരോപണം, അതിലൊന്നും എഡിറ്റ് ചെയ്യാതെ, വെട്ടിമാറ്റാതെ, ഒന്നും കുറക്കാതെ അതേ അളവിൽ കേരളത്തിന്റെ തെരുവിൽ ഉന്നയിക്കാൻ ധൈര്യപ്പെട്ടു CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്.
ഇത് ബി ജെ പിക്ക് RSSന് രാജീവ് ചന്ദ്രശേഖരൻ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്താൻ സ്പേസ് ഇല്ല. കാരണം അദ്ദേഹം പറയേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടി സെക്രട്ടറി പറയുകയാണ്. പാർട്ടി സെക്രട്ടറി പറയാം, പിന്നെ ഇവിടെ എന്താണ് പറയേണ്ടത്? അതുകൊണ്ട് ഡൽഹിയിൽ പോയി പറയാൻ അദ്ദേഹം നിർബന്ധിതനായതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ ആരോപണം മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ഇന്ത്യയിൽ പതിറ്റാണ്ടുകളായി നെയ്തെടുത്ത ഈ ആഖ്യാനം അതേപടി ഏറ്റുപിടിക്കാൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെയാണ് സാധിച്ചത്? CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് സാധിച്ചത്? നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതുപോലെ നമുക്കറിയാം, ഇവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുന്നത് 2 സ്ലോഗൻ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ യുവജന സംഘടനയുടെ നേതാവ് അതിനെ പ്രതിരോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ പ്രതിരോധിച്ചത് എങ്ങനെയാണ്? ഫിദൽ കാസ്ട്രോ യഥാർത്ഥത്തിൽ ചെഗുവേരയോട് ചോദിച്ചു, ഈ പോരാട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? നമ്മൾ പോരാട്ടം തുടരും എന്ന് പറയുകയാണ്. പോരാട്ടം തുടരുമെന്നാണ്. അതായത് തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ ഇനിയും കുറെ ദിവസം വരും. അപ്പൊ പോരാട്ടം തുടരുമെന്നാണ്. ആ ട്യൂണിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷമുള്ള കാര്യങ്ങൾ, കേരളത്തിൽ ഏറ്റവും വ്യവസ്ഥാപിതമായ ഒരു മെഡിക്കൽ കോളേജിൽ എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് അവിടെ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പറയാൻ. അപ്പോ ഫിദലും ചെഗുവേരയും തമ്മിലുള്ള സംഭാഷണം എടുത്ത് വായിച്ചു നോക്കുക. നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. അങ്ങനെ സഖാവെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ വീട്ടിൽ നമ്മൾ റെയ്ഡ് നടത്തും. അതാണല്ലോ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തും. ഒരു ഹോസ്പിറ്റൽ തന്നെ പൊളിഞ്ഞു വീണാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതിന് മറുപടി എന്താണ്? അത് ഉപയോഗശൂന്യമാണ്, അത് പൊളിഞ്ഞു വീഴാൻ വേണ്ടി ഞങ്ങൾ പണിതതാണ് എന്ന് ആവർത്തിച്ച് പറയും. ഇങ്ങനെയുള്ള ഓരോ ട്യൂണും എടുത്തു നോക്കിയാൽ ഇവർ നടത്തുന്ന ഓരോ പരിശ്രമങ്ങളും യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അത്യന്തം ഭരണവിരുദ്ധമായ ഒരു വികാരത്തെ മറച്ചുവെക്കാൻ, അത്യന്തം ഭരണവിരുദ്ധമായ ഒരു വികാരത്തെ കുഴിച്ചുമൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപ്സ്യൂളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാക്കി അത് ഈ സംസ്ഥാനത്തെ അടുത്തു വരുന്ന ഇലക്ഷനുകളിലെല്ലാം സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി അവര് പതിറ്റാണ്ടുകളായി പയറ്റിത്തെളിഞ്ഞൊരു ആയുധം വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ എല്ലാ ഗ്രൗണ്ടിലും പ്രസംഗിച്ചത് നിലമ്പൂരിൽ ജയിക്കാൻ വേണ്ടിയല്ല, അടുത്ത ഇലക്ഷന് വേണ്ടിയാണ്, അടുത്ത ഇലക്ഷനുകൾക്ക് വേണ്ടിയാണ്. ആ ഇലക്ഷനുകൾക്ക് വേണ്ടി അവർ നടത്തിയ ക്യാപ്സൂളുകളാണ് ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ റിഹേഴ്സൽ നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിൽക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. തോറ്റതിന് ശേഷം പാർട്ടി സെക്രട്ടറിയുടെയും ഉത്തരവാദപ്പെട്ട ആളുകളുടെയും എല്ലാം പ്രസ്താവനകൾ നിങ്ങൾ ഫേസ്ബുക്കുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവരിതിന്റെ പഴി ആരുടെ മേലാണ് ചാരുന്നത് എന്നെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ 9 വർഷം, ഞാൻ ഈ വിഷയത്തിന്റെ അതിന്റെ ഒരു മർമ്മത്തിലേക്ക് വരികയാണ്. 9 വർഷം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇത്രമേൽ സമുദായങ്ങൾ അകന്നുപോയ, ഇത്രമേൽ സമുദായങ്ങൾ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വ്യാപാരങ്ങൾ നടത്തിയ, ഇത്രമേൽ സമുദായത്തിന്റെ സഹവർത്തിത്വങ്ങൾ കിനാവുകളായി മാറിയ 9 വർഷം, ഏകദേശം ഒരു പതിറ്റാണ്ട് കേരള ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. കാരണം ക്രിസ്ത്യാനികളും മുസ്ലിം സമൂഹം തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാവുകയാണ്. ഖാസ എന്ന് പറയുന്ന വിഷലിപ്തമായ ഒരു സംഘം ഉടലെടുക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചത് BJP ആണെങ്കിലും അതിന്റെ കാർമ്മികത്വം വഹിച്ചത് CPM-ന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എന്നവർ മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അത് BJP-യുടെയും RSS-ന്റെയും സൃഷ്ടിയാണെങ്കിലും യഥാർത്ഥത്തിൽ അതിനു വേണ്ട എല്ലാ പശ്ചാത്തലങ്ങളും ഒരുക്കിയത് ഇവിടെ CPM ആണ്. എടുത്തു പരിശോധിക്കേണ്ടതാണ്. കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് സാമുദായിക സഹവർത്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ്, ഒരു പ്രദേശമാണ്, ഒരു ദേശമാണ്. കാരണം ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പോരാടിയത്, അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയത്, ഡച്ചുകാർക്കെതിരെ പോരാടിയത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. നിങ്ങളെടുത്ത് നോക്കേണ്ടത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല നമ്മുടെ രക്തസാക്ഷികളെല്ലാം രക്തസാക്ഷികളായത്, ഈ രാജ്യത്തിന്റെ സാഹോദര്യം നിലനിർത്താൻ വേണ്ടിയാണ്. മൗലാന അബുൽ കലാം ആസാദിന്റെ പ്രസിദ്ധമായ പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുത്തബ് മീനാറിന്റെ മുകളിൽ മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അബുൽ കലാം നിനക്ക് എന്തു വേണം എന്ന് ചോദിക്കാൻ, സ്വാതന്ത്ര്യം വേണോ, ഹിന്ദു മുസ്ലിം സാഹോദര്യം വേണോ എന്ന് ചോദിച്ചാൽ മലക്കിനോട് ഞാൻ പറയും, എനിക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യം മതി, അതുകൊണ്ട് എനിക്ക് പിന്നെ ഞങ്ങൾ നേടിയെടുത്തോളം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ ജീവൻ കൊടുത്ത് നേടിയതാണ് ഈ സംസ്ഥാനത്തെ, ഈ പ്രദേശത്തെ, ഈ രാജ്യത്തെ സാഹോദര്യം, സഹവർത്തിത്വം എന്ന് പറയുന്നത്. ആ സഹവർത്തിത്വത്തെയാണ് CPM ഈ 9 വർഷമായി തകർത്തുകൊണ്ടിരിക്കുന്നത്. അതിനോടാണ് മൗലികമായി ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. മൗലികമായ വിയോജിപ്പ് അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ ബൽസിച്ചത് കൊണ്ടോ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് കൊണ്ടോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ ഭീകരവൽക്കരിച്ചത് കൊണ്ടല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും അനുഭാവിയായ ഒരാളെ
ഈ രാജ്യത്തെ ഏതെങ്കിലും പ്രദേശത്തിലെ ഒരു മുക്കുമൂലയിൽ ഒരാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതെല്ലാം 100% കള്ളമാണെന്ന് പറയാൻ പറ്റുന്ന ബ്രാൻഡ് നെയിമുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ നമുക്ക് ബേജാറില്ല. പക്ഷേ 9 വർഷമായി ഈ സംസ്ഥാനത്തിന്റെ സാഹോദര്യം സൗഹൃദം തകർക്കാൻ എങ്ങനെ നേടിയതാണ് നമ്മൾ? പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മലക്കാരും അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂമും സാമൂതിരിയും അടക്കമുള്ള ആളുകൾ ജീവൻ കൊടുത്തു നേടിയ പോരാട്ടം. കുഞ്ഞാലി മരക്കാറുമാർ എത്ര മരക്കാറുമാരാണ് രക്തസാക്ഷിത്വം വഹിച്ചത്? ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അതുപോലെയുള്ള ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങള്, പോരാട്ടങ്ങള്. ഈ പോരാട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് സൗഹൃദം എന്ന് പറയുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത്. അതിലിവർക്കുള്ള റോള് വളരെ തുച്ഛമാണ്. യഥാർത്ഥത്തിൽ ഇവർ കേരളത്തിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ വായനയുടെ പൂമരങ്ങളെന്ന് വിശേഷിപ്പിച്ച ആളുകളൊക്കെ ചരിത്രത്തിന്റെ, സൗഹൃദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മൊത്തം കുത്തക ഈ പ്രസ്ഥാനങ്ങൾക്ക് ചാർത്തി കൊടുക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ സഹവർത്തിത്വത്തിൽ മതസമൂഹങ്ങൾ പുലർത്തിയ ജാഗ്രതയോ അവർ കൊടുത്ത വിലയോ ത്യാഗമോ ഒരിക്കലും ഇത്തരം പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടില്ല എന്നവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ട്, മാഷാ അല്ലാ ഇന്നോവ സ്റ്റിക്കർ, ഇന്നോവയിലെ മാഷാ അല്ലാ സ്റ്റിക്കർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ യഥാർത്ഥത്തിൽ നമ്മൾ ജീവൻ കൊടുത്ത സൗഹൃദത്തിന്റെ മേൽ ആഞ്ഞു പതിച്ച മുറിവുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനോട് നോ എന്ന് പറയാൻ ആദ്യം തയ്യാറായി വരുന്നത്, ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം ഈ സാമുദായിക സൗഹൃദത്വവും സാഹോദര്യവും ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് മറ്റാരെക്കാളും നിർബന്ധിത ബുദ്ധിയുള്ള പ്രസ്ഥാനമാണ് ആദർശപരമായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ കത്തിവെക്കുന്ന ഏത് സമീപനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ഒന്നാമതായി നോ എന്ന് പറയാൻ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രസ്ഥാനമായിരിക്കും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കേണ്ടത് ഈ രാജ്യത്തെ സൗഹൃദം തകർക്കുക, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം പോലെ ജീവൻ കൊടുത്ത് നമ്മുടെ പ്രപിതാക്കന്മാർ നേടിയ സൗഹൃദത്തെ തകർക്കുക എന്ന ആസൂത്രിതമായ ശ്രമത്തിന് മുൻകൈയെടുക്കുന്ന പ്രസ്ഥാനമായി കേരളത്തിൽ ഇടതുപെട്ട പ്രസ്ഥാനങ്ങൾ മാറിയപ്പോ നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയാനുള്ള ആർജവത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടാമത് എന്തുകൊണ്ടാണ് ഈ സംഗതിയെ നമ്മൾ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് ആരാണ്? കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, ഏതെങ്കിലും രാഷ്ട്രീയ സംഘങ്ങൾ, ഏതെങ്കിലും മതേതര പ്രസ്ഥാനങ്ങളോ ജനാധിപത്യ സമൂഹമോ അല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ മരുന്നുകളും, നിങ്ങളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വിഷങ്ങളും അതിൻ്റെ ഇരട്ടിയായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാറാണ്. അതിൻ്റെ ടെസ്റ്റ് ഡോസാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. തൃശ്ശൂരിൽ എങ്ങനെയാണ് ഒരു സംഘപരിവാർ സ്ഥാനാർത്ഥി വിജയിച്ചത്? അതിൻ്റെ വലിയ രാഷ്ട്രീയ ഡീലിംഗ് ഒക്കെ നമ്മൾ മാറ്റിവെക്കുക, പൂരം കലക്കിയ നാടകങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടത്, നിങ്ങൾ ഈ കുളത്തിലേക്ക് ഇടുന്ന ഓരോ മരുന്നുകളും വിഴുങ്ങുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറാണ്. സംഘപരിവാറാണ് ഇതിന് നേട്ടം കൊയ്യുന്നത്. 1-2 ഉദാഹരണങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. ആ പ്രസംഗത്തിന് അദ്ദേഹം അതിന്റെ ഇന്റർവ്യൂവിൽ ഡൽഹിയിൽ പോയിട്ടാണ്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വേണ്ട മരുന്നുകൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ ചെലവാകില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് അത് കേരളത്തിന് പുറത്തും അവർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ഏറ്റവും ഡോസ് കൂടിയ മരുന്നാണ് മുൻ മുഖ്യമന്ത്രി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. യോഗി ആദിത്യനാഥ് മീഡിയ പ്രവർത്തകരോട് പറയാൻ, യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് ഇന്ത്യയിലുണ്ട് എന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. ആരാ പറഞ്ഞത്? കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ലവ് ജിഹാദ് ആരോപണം ഇന്ത്യയിലുണ്ടായി. ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം യുപിയിലുണ്ടായി. അതുപോലെ തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഈ മോബ് ലിഞ്ചിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനമായി ഈ രാജ്യം സ്വീകരിച്ചു, പ്രത്യേകിച്ച് സംഘപരിവാർ സ്വീകരിച്ചു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതെന്താണ്? മലപ്പുറം ജില്ലയെ കുറിച്ച് എന്നിട്ട് ഇതേ ഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹം പറയാണ്, ഈ നിലമ്പൂർ ചതിയുടെ കഥ പറയുന്ന ദേശം കൂടിയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാലിയെ ചതിച്ച ആളുകൾ ഇവിടെയുണ്ട്, നമ്മളെയും ചതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നിലമ്പൂരിനെ മാത്രമല്ല, ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ഡൽഹിയിൽ കൊണ്ടുപോയി ചതിച്ചതാരാണ് എന്ന് വെളിപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും കുറിച്ച് കള്ളക്കടത്തുകാരാണ്, രാജ്യദ്രോഹികളാണ്, അവരുടെ പണം എയർപോർട്ട് വഴി വരുന്നത്, അവരുടെ സ്വർണം എയർപോർട്ട് വഴി വരുന്നത് ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി മെമ്പർ അല്ല, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഡൽഹിയിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അത് വളരെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ആരോപണങ്ങളെല്ലാം ലവ് ജിഹാദ്
മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, അതുപോലെ 64 ആരോപണങ്ങൾ. CPM-ന്റെ നേതാക്കന്മാർ ഈ 9 വർഷമായി മുസ്ലിങ്ങളെ കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെക്കുറിച്ചും നടത്തിയ പ്രസ്താവനകൾ, പത്ര കട്ടിങ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതെടുത്ത് പരിശോധിച്ചു നോക്കുക. ഈ കേരളത്തിന് പുറത്ത് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാരാണ്? അതുകൊണ്ട് സംഘപരിവാറിന് വഴിയൊരുക്കുന്ന ഒരു സമീപനമാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. അപ്പൊ സംഘപരിവാറിന്റെ പ്രവേശനം, വിദ്വേഷത്തിന്റെയും പരമത നിന്ദയുടെയും രാഷ്ട്രീയം ഈ ഭൂമികയിൽ വേരുന്നത് ആരെതിർക്കാൻ വൈകിയാലും ജമാഅത്തെ ഇസ്ലാമിക്ക് വൈകിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധിയാണ് ഈ വിശദീകരണ സമ്മേളനത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ആക്രമിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ലിബറലിസം എന്ന് പറയുന്ന ആശയമാണ്. ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് റെഗുലർ ക്യാമ്പസുകളിൽ, അതുപോലെ തന്നെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ, അധ്യാപകരിൽ, അതുപോലെ കരിക്കുലത്തിൽ, അതുപോലെ തന്നെ സിലബസുകളിൽ, അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങുകളിൽ എല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ജെൻഡർ തിയറികളാണ്, ലിബറലിസത്തിന്റെ ആശയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു യൂണിഫോം, ഒരു ഡ്രസ്സ് ഒരു വിവാദമല്ല. ഒരു ഡാൻസ് എന്ന് പറയുന്ന ഡാൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രക്രിയയല്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ കൂട്ടി നമ്മൾ ജെൻഡർ പൊളിറ്റിക്സുമായി കണക്ട് ചെയ്ത് വായിക്കേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അധികാരം ഉപയോഗിച്ച് ഇടതുപക്ഷം നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമരം ചെയ്യാൻ ആവശ്യമില്ലല്ലോ, ക്യാപ്സൂൾ വിഴുങ്ങലാണ്. യഥാർത്ഥത്തിൽ സുനിത വില്യംസ് ഒക്കെ എയർ സ്പേസിലേക്ക് യാത്ര നടത്തിയപ്പോ ദിവസങ്ങൾ 9 മാസം ഭക്ഷണം കഴിച്ചത് ക്യാപ്സൂൾ വിഴുങ്ങിയിട്ടാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സുനിത വില്യംസിന് ശേഷം ക്യാപ്സൂൾ വിഴുങ്ങി ജീവിക്കുന്ന ഈ ഗ്രഹത്തിൽ വേറെ ഒരു മനുഷ്യരുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM-ന്റെ പ്രവർത്തകരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ക്യാപ്സൂൾ വിഴുങ്ങിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവർ നടത്തിയ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലിബറലിസം എന്ന് പറയുന്ന ആശയമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ മതസംഘടനകൾ CPM പ്രതിസന്ധിയിലാകുമ്പോൾ മൈക്കെടുക്കുന്ന, ബൈറ്റ് കൊടുക്കുന്ന, പത്രസമ്മേളനം നടത്തുന്ന, വിശദീകരണ സമ്മേളനങ്ങൾ നടത്തുന്ന, മാസികകളിലും സോഷ്യൽ മീഡിയകളിലും അവർക്ക് വേണ്ടി വരികൾ എഴുതി അവരുടെ ദാസ്യവേലയും ദാസ്യപ്പണിയും ഊട്ടിയുറപ്പിക്കുന്ന മതസംഘടനകളുണ്ട്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള യുദ്ധമല്ല. നിങ്ങൾ കാലൂന്നി നിൽക്കുന്ന ആദർശത്തിനെതിരെയുള്ള സമരമാണ്. ആ സമരമാണെന്ന് മനസ്സിലാക്കാത്തത് ജമാഅത്തെ ഇസ്ലാമിയിൽ മാത്രം ഒതുങ്ങും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ സഖാഫിയിലുള്ള ഫ എന്ന് പറയുന്ന അക്ഷരത്തിന് പകരം വാവ് അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന കാലം അതിവിദൂരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഖാഫിയിൽ നിന്നും സഖാബിലേക്കുള്ള വഴിദൂരം വിദൂരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ CPM പ്രതിരോധത്തിൽ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട്, അവരുടെ ആദർശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അവരുടെ പ്രോപഗണ്ടകൾ ഏറ്റെടുത്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ പേജും സ്റ്റേജും സോഷ്യൽ മീഡിയ കണ്ടന്റുകളും നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളെടുത്ത് പരിശോധിക്കേണ്ടത്, CPM ഇസ്ലാം എന്ന് പറയുന്ന വിശുദ്ധമായ ആദർശത്തിനെതിരെയുള്ള സമരം ക്യാമ്പസുകളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ, വിദ്യാഭ്യാസ അജണ്ടകളിൽ അതവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാൽ, ചെറിയ പൊട്ടും നുറുങ്ങുമായിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഒരുപക്ഷെ CPM-ന്റെ എല്ലാ അംഗങ്ങൾക്കും അതറിയുമോ എന്ന് പോലും നമുക്ക് സംശയമാണ്. അതൊരു വലിയ ഫണ്ടിന്റെയും അതുപോലെ തന്നെ വലിയൊരു തിരക്കഥയുടെയും ഭാഗമായി കേരളത്തിൽ വളർന്നു വരുന്ന തലമുറയിലേക്ക് ജെൻഡർ പൊളിറ്റിക്സിന്റെ വിഷലിപ്തമായ അജണ്ടകൾ പ്രവേശിപ്പിക്കുകയും അങ്ങനെ സമൂഹ ജീവിതത്തിന്റെ യഥാർത്ഥ ഘടനയെ, സുസ്ഥിരമായ ഘടനയെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ നിങ്ങളുടെ പണിയെന്ന് യഥാർത്ഥത്തിൽ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇതാ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ലിബറലിസം എന്ന് പറയുന്ന മൂല്യങ്ങൾ SFIയെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ക്യാമ്പസുകളിൽ അവരൊട്ടിക്കുന്ന പോസ്റ്ററിലെ മുദ്രാവാക്യം 4 ആൾ കൂടുന്ന സദസ്സിൽ ഉറക്കെ പറയാൻ പറ്റാത്തതാണ്. അത്രയും ലൈംഗികമായ അനാജകത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിൽ വിദ്യാർത്ഥികൾ SFI സംഘടിപ്പിക്കുന്നത്. കാരണം സമരങ്ങളില്ല, ക്യാപ്സൂളുകൾ തന്ന ജീവിതങ്ങൾക്ക് ലിബറലിസം അല്ലാതെ മറ്റു വഴിയില്ല എന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ
സംസ്ഥാനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലിബറലിസം എന്ന് പറയുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ അതിന്റെ വെന്റിലേറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വെന്റിലേറ്റർ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്ലഗ് ഊരുന്ന അവസാനത്തെ ഭരണാധികാരി സഖാവ് പിണറായി വിജയനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ എല്ലാ ആവശ്യമുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനു വേണ്ടി ഹോസ്പിറ്റലുകൾ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ അന്ത്യകൂദാശ നിർവഹിക്കുമ്പോൾ എന്തൊക്കെ മരുന്നുകൾ ഇട്ടാണ് അത് പുകക്കേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. ആ ഉറച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റാണ് ലിബറലിസവുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകൾ എന്ന് പറയുന്നത്. നവനാസ്തികത എന്ന് പറയുന്നത് നമുക്കറിയാം. നാസ്തികവാദങ്ങൾ, കേരളത്തിലെ ചെറുപ്പക്കാർ ആകർഷിക്കുന്ന നാസ്തികവാദങ്ങളുമായി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഈ പ്രചാരണങ്ങൾ നടത്തുകയാണ്. ഈ പ്രചാരണങ്ങൾ എത്രത്തോളം വിഷലിപ്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട 1-2 ദിവസങ്ങളിലെ വിവാദങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിച്ചാൽ മതി. അത് എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. മതസംഘടനകളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിൽ കട്ടിച്ചേർന്നിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരുക്കി വെച്ച എല്ലാ ബ്രാൻഡുകളും നിങ്ങളുടെ തലയിൽ ആഞ്ഞുപതിച്ച് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കാലിലും തലയിലും ആഞ്ഞുപതിക്കാനുള്ള ബ്രാൻഡുകളാണ് എന്ന തിരിച്ചറിവെങ്കിലും ഈ ചെറിയ വിവാദത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിവാദത്തിലൂടെ അവര് ഈ വിവാദം ഇവിടെ ഉയർത്തി വന്നപ്പോൾ, അതിനെ ഉയർത്തിയപ്പോൾ, അതിന്റെ പ്രശ്നങ്ങൾ, വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയപ്പോൾ അവർക്കുണ്ടായ മുദ്രകൾ എന്താണ്? താലിബാനികൾ, ഭീകരവാദികൾ, മതരാഷ്ട്രവാദികൾ തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ജമാഅത്തെ ഇസ്ലാമി ഒഴിച്ചുള്ള ആളുകൾക്കും ലഭ്യമാവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഭീകരവൽക്കരിക്കുക എന്ന് പറയുന്നത് CPM കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ്. ഭീകരവാദികളാണ്. ഇതിനു മുമ്പ് ജമാഅത്ത് വിരുദ്ധരായ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ വിശേഷിപ്പിക്കാറുള്ളത് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്നാണ്. മതമൗലികവാദികൾ എന്നാണ്. വാർ ഓൺ ടെററിന്റെ സമയത്ത് ഭീകരവിരുദ്ധ യുദ്ധം അമേരിക്ക ആഹ്വാനം ചെയ്തതിനു ശേഷമാണ് ഭീകരവാദവും അതുപോലെയുള്ള പദങ്ങളും ലോകത്ത് വികസിക്കുന്നത്, ഇസ്ലാമോഫോബിയയുടെ രൂപീകരണം നടക്കുന്നത്. അങ്ങനെ ഭീകരത എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ടാവുകയും അങ്ങനെ ഭീകരതയിലേക്ക് മുസ്ലിങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്തത് അതിനുശേഷം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾ കോയിൻ ചെയ്തെടുത്ത മുദ്രാവാക്യം ഒരെഡിറ്റിംഗുമില്ലാതെ കേരളത്തിൻ്റെ പ്രോപ്പഗണ്ട നിർവഹിക്കുന്ന പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ സാമ്രാജ്യത്വ വിരുദ്ധരാണ് എന്ന് അവകാശപ്പെടുന്ന CPM തന്നെയാണ്. ഭീകരവാദം എന്ന മുദ്രാവാക്യം ആരാണ് ലോകത്ത് സംഭാവന ചെയ്തത്? അമേരിക്കയാണ്. അമേരിക്കയുടെ അഫ്ഗാനിലേക്കുള്ള അധിനിവേശത്തിന് വേണ്ടി അവർ ചമച്ച ന്യായങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പദാവലിയാണ് ഭീകരവിരുദ്ധ യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിന് വേണ്ടി അവർ സമർച്ച ക്യാപ്സൂളുകൾ ഇന്ന് എഡിറ്റ് കൂടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ CPM ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദ പ്രസ്ഥാനമാണോ എന്ന് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന് സായുധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതിന്റെ നിലപാടെന്താണ്? അത് സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ഉദ്ധരണികൾ വളരെ വ്യക്തമായി ഇവിടെ ഉദ്ധരിച്ചതാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫി ഉണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ട ഗതികേട് ഒരു വിശദീകരണ സമ്മേളനത്തിൽ നമുക്ക് വന്നെത്തി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസം കൊന്നൊടുക്കിയ ആശയം ലോകത്ത് ഇല്ലാതെയാക്കിയ മനുഷ്യരുടെ കഥകൾ എന്ന് പറയുന്നത് കോടിക്കണക്കിന് മനുഷ്യരാണ്. നേരിട്ട് TP ചന്ദ്രശേഖരന് 51 വെട്ടിന് പകരം 58 വെട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോ 7 വെട്ടെങ്ങനെ കൂട്ടി എന്ന് ചോദിച്ച് തർക്കിച്ച ആളുകളാണ്. ഇതേപോലെ 10 കോടി ആളുകളെ കമ്മ്യൂണിസം ലോകത്ത് കൊന്നു എന്ന് പറഞ്ഞാൽ 10 കോടി ഇല്ല 6 കോടി എന്ന് പറഞ്ഞ് തിരുത്തിയവരാണ്. എന്ന് പറഞ്ഞാൽ കോടികളിലെ എണ്ണത്തിൽ മാത്രമാണ് കുറവുള്ളത്. മനുഷ്യ കബന്ധങ്ങൾക്ക് മീതെ സിംഹാസനം വിരിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. സോവിയറ്റ് യൂണിയനും യുക്രൈനും നടക്കുന്ന യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ യുക്രൈന്റെ ഭാഗത്ത് അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ ഈ സമയത്ത് കഴിഞ്ഞ 3-4 മാസം മുമ്പ് വലിയൊരു കുഴിമാടങ്ങൾ തുറക്കുകയാണ്. അനേകം മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികളും അതിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ആര് കുഴിച്ചുപൊടിയതാണ്? സോവിയറ്റ് യൂണിയൻ കുഴിച്ചുപൊടിയത് ഇന്നും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി ഖലീഫമാരുടെ ഭരണത്തിലേക്ക് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നെന്ന് പറഞ്ഞത്. യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്നു ചത്താൽ ദൈവത്തോട് ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞുപോയ മഹാനായ ഉമർ ഖത്താബിന്റെ ഭരണാധികാരവും 2-3 കോടി ആളുകളെ തട്ടി ആ മനുഷ്യരുടെ ക്ഷവമഞ്ചങ്ങൾക്ക് മീതെ സിംഹാസനം പണിത സഖാബ് സ്റ്റാലിന്റെ കമ്മ്യൂണിസം എവിടെ നിൽക്കുന്നുവെന്ന് ഒരാത്മപരിശോധന നിങ്ങൾ നടത്തുന്നതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസം ലോകത്ത് ചെയ്ത ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നത് വിയോജിക്കുന്നവരോട് എങ്ങനെയാണ് നിങ്ങൾ പെരുമാറിയത്? ഇന്നത്തതുപോലെയാണ്. ഇന്ന് സഖാബ് സ്റ്റാലിനും
ലെനിനും കിട്ടിയ അധികാരം യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് താലിബാനിയിലും ഭീകരവാദിയിലും തീവ്രവാദിയിലും നിങ്ങൾ ഒതുങ്ങി നിന്നത്. ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സഖാബ് സ്റ്റാലിന്റെയും ലെനിന്റെയും അതുപോലെ തന്നെ പോൾവാട്ടിന്റെയും ആ നടപടിക്രമങ്ങൾ ഇവിടെയും നടപ്പിലാവുന്ന കാലം വിദൂരമല്ല. അതിന്റെ ചില ലാഞ്ചനങ്ങൾ പുറത്തു വരും. അതാണ് കടക്ക് പുറത്ത് എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില പദാവലികൾ പുറത്തു വരും. അപ്പോഴാണ് ആലോചിക്കുന്നത് സോവിയറ്റ് യൂണിയനിലേക്ക് എത്തിയിട്ടില്ല, അപ്പൊ അത് തണുക്കുകയാണ്, സംയമനം പാലിക്കാൻ. അത് എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ചില പദപ്രയോഗങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസം ലോകത്ത് കൊന്നൊടുക്കിയ മനുഷ്യർ, ആ കൊന്നൊടുക്കിയ മനുഷ്യരെ ഫോട്ടോ നിങ്ങൾ വെച്ചിട്ടാണ് പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്താറുള്ളത്. എന്താ ആരെ ഭീകരവാദി എന്ന് പറയാ? സയ്യിദ് അബുൽ അല മൗദൂദി ഭീകരവാദിയാണ്, ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദിയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫോട്ടോ അതാണ്, സഖാബ് സ്റ്റാലിന്റെ ഫോട്ടോയാണ്, സഖാബ് ലെനിന്റെ ഫോട്ടോയാണ്. അത് പിന്നിൽ വെച്ച് പത്രസമ്മേളനം നടത്തുകയാണ്. ബോൾഷെവിക് റവല്യൂഷൻ എന്ന് പറഞ്ഞ് ഒക്ടോബർ 17 വിപ്ലവത്തിന് വേണ്ടി എത്രയെത്ര മനുഷ്യരെ കബന്ധങ്ങളാണ് നിങ്ങൾ ലോകത്തൊരുക്കിയത് എന്ന ചോദ്യചിഹ്നത്തിന് മറുപടി പറയാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. എത്ര പുസ്തകങ്ങൾ ആഴത്തിൽ പരത്തി വായിച്ചാലും അങ്ങനെ വായന സംസ്കാരവും ജീവിതവും ലൈഫ് സ്റ്റൈലായും സ്വീകരിച്ച ഒരാൾക്കും അതിന് മറുപടി പറയാൻ കഴിയില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ഒരു ആദർശം, ഈ ആശയം അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അതിന് ഏറ്റക്കുറച്ചിലില്ലാതെ അതിനെ പ്രതിനിധീകരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി കല്ലും അതുപോലെ തന്നെ വടിയും എടുത്തിട്ടുണ്ട്. അത് പാപങ്ങളായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ആളുകളെ സഹായിക്കുന്ന, അതുപോലെ തന്നെ ആളുകളിലേക്ക് സേവനത്തിന്റെയും അവരുടെ സാന്ത്വനത്തിന്റെയും സ്പർശമായി തലോടലായി എത്തിയ പ്രസ്ഥാനമായി ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഗല്ലികളിൽ, ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിൽ. അതുകൊണ്ട് നാഗരിക് വികാസ് കേന്ദ്ര എന്ന് പറയുന്ന NVK എന്ന് പറയുന്ന കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യയിലെ ടൗണുകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടങ്ങളിൽ ചെറിയ ചെറിയ കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടുത്തെ സാക്ഷരതയില്ലാത്ത മനുഷ്യർക്ക് ഗവൺമെന്റ് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന കേന്ദ്രമാണ് നമ്മൾ അക്ഷയ സെന്റർ പോലെ. അങ്ങനെ നൂറുകണക്കിന് NVK നാഗരിക് വികാസ് കേന്ദ്രങ്ങൾ ഈ ഉത്തരേന്ത്യയിലെ ഗല്ലികളിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ വർഷം മാത്രം പാവപ്പെട്ട മനുഷ്യർക്ക് ജാതി ഭേദമന്യേ കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ ആനുകൂല്യം ലഭ്യമാക്കിയ കേന്ദ്രത്തിന്റെ പിന്നിലുള്ള സ്റ്റിക്കർ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ധാരാളമുള്ള സേവന പ്രവർത്തനത്തിന്റെ മഹിതമായ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ചില ആളുകളുടെ മനസ്സിൽ പച്ചപ്പോടുകൂടി ജീവിക്കുന്ന പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ മാനവിക പ്രസ്ഥാനമാണ്. സാഹോദര്യത്തിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയോടാണ് സായുധ പ്രവർത്തനം മാർഗമായി സ്വീകരിക്കാമെന്ന് രേഖയിൽ എഴുതി വെച്ച ആളുകൾ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കണക്ക് പറയുന്നെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ എല്ലാ മുസ്ലിം സംഘടനകളും ഭീകരവാദികളും തീവ്രവാദികളുമാണ്. അത് കാലത്തിന്റെയും സമയത്തിന്റെയും വ്യത്യാസം മാത്രമാണ്. അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എഴുതിയൊരു പുസ്തകമുണ്ട് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിനെ കുറിച്ച്. ആ പുസ്തകം പ്രകാശനം ചെയ്തിട്ടാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പ്രസ്താവിച്ചത്. അവർ ഖലീഫമാരുടെ ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണെന്ന്. ആ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ തീവ്രവാദപ്പെട്ടമില്ലാത്ത, അതിൽ ഭീകരവാദപ്പെട്ടമില്ലാത്ത ഒരു സംഘടനയും മുസ്ലിം സംഘടനയും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. അവർക്ക് പിന്തുണ കൊടുത്ത PDPയെ കുറിച്ച് പറയുന്നത് സായുധ പ്രവർത്തനത്തിന് കേരളത്തിൽ പ്രോത്സാഹനം നൽകിയെന്നാണ്. അതുപോലെയുള്ള സലഫി പ്രസ്ഥാനങ്ങളെ കുറിച്ച്, സമസ്തയെ കുറിച്ച്, കമ്മ്യൂണിസം പ്രതിരോധത്തിലാകുമ്പോഴെല്ലാം മതത്തിന്റെ ചട്ടക്കൂടഞ്ഞ് പ്രതിരോധം തീർക്കാൻ അവർക്ക് വേണ്ടി പടച്ചട്ട ഒരുക്കാൻ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? അവരുടെ ഭീകര പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്ത് കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഒരു സംഘടനയും അതിനൊഴിവല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഓൾറെഡി അത് കിട്ടിയതാണ്. പക്ഷേ എല്ലാ സംഘടനകൾക്കും ഈ ബ്രാൻഡ് നെയിം അവർ ചാർത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആക്രമിക്കുന്നത് ഇസ്ലാമിനെയാണ്, ഇസ്ലാമിക ആശയങ്ങളെയാണ്. അതാണ് മതരാഷ്ട്രത്തെ കുറിച്ച് സൂചിപ്പിച്ചത്. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അടിച്ചേൽപ്പിച്ചൊരു നിർമ്മിതി മാത്രമാണ്. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ, ഏതെങ്കിലും ഒരു അടിസ്ഥാന സാഹിത്യത്തിൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ മതരാഷ്ട്രവാദമാണ് ഞങ്ങളുടെ ആശയമെന്ന് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ അതിനുവേണ്ടി എഴുതുകയോ ചെയ്ത ഒരു വരിയെങ്കിലും കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ അത് വ്യാജ
നിർമ്മിതിയാണ്. പിന്നെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിച്ച മദീന മുനവ്വറയെ കുറിച്ചാണ്, അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ മുസ്ലിം സംഘടനകളും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ നിർബന്ധിതരാണ്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി മതേതരത്വത്തെ എതിർക്കുന്നവരാണ്. അവർക്ക് ഇവിടുത്തെ സെക്യുലറിസത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. CPM എത്രയുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ അമീർ മൗലാന അബുൽ ലൈസ് ഇസ്ലാഹി 1964 ജൂലൈ 13 ഡോക്ടർ സയ്യിദ് മഹ്മൂദിന് അയച്ച കത്തിൽ ഈ സെക്യുലറിസത്തെ കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. ഞാനും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നു, അതിന്റെ മേന്മകൾ ആദരിക്കുന്നു. സെക്യുലറിസത്തിന് താങ്കൾ നൽകിയിരിക്കുന്ന നിർവചനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും അതിനെതിരല്ല. മതനിഷേധം എന്നാണ് അതിന് കൊടുക്കുന്ന നിർവചനമെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട്. 1964 ജൂലൈ 13 ജമാഅത്തെ ഇസ്ലാമിന്റെ ഹിന്ദിന്റെ പ്രഥമ അമീർ അബുൽ ലൈസ് ഇസ്ലാഹി സാഹിബ് ഇതിന് കൊടുത്ത വിശദീകരണമാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സെക്യുലറിസത്തോട് കടപ്പാടും പ്രതിബദ്ധതയുമുള്ള പ്രസ്ഥാനമാണ് എന്ന് തുടക്കത്തിൽ വ്യക്തമാക്കിയതാണ്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി സെക്യുലറിസം ഇല്ല എന്ന്, സെക്യുലറിസത്തിനോടെതിരാണ്, അതുപോലെ തന്നെ ജനാധിപത്യത്തിനോടെതിരാണ് എന്ന് പ്രഖ്യാപിക്കാൻ ജനാധിപത്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കഴിഞ്ഞ കാലയളവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യൂണിറ്റ് മുതൽ അതിന്റെ ജില്ല വരെയുള്ള ഇലക്ഷനുകൾ നടന്നു കഴിഞ്ഞു. ആ ഇലക്ഷനുകളെല്ലാം അതിന്റെ ജനാധിപത്യമായ പ്രോസസ്സിലൂടെയാണ് അതിന്റെ ഇലക്ഷൻ നിർവഹിക്കുന്നത്. ആരാണിത് പ്രഖ്യാപിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിലമ്പൂരിൽ ഒരു ഏരിയ കമ്മിറ്റിയിൽ സ്വന്തം പാനലിട്ട് മത്സരിക്കുകയും അങ്ങനെ മത്സരിക്കേണ്ടി വന്നതിന്റെ പേരിൽ നിലമ്പൂര് വിട്ട് തൃപ്പൂണിത്തറ പോവുകയും ചെയ്യേണ്ടി വന്ന ആളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റവും അതിന്റെ അടിത്തട്ടിൽ ജനാധിപത്യ മൂല്യങ്ങൾ വഹിക്കുന്നതാണ്. ജനാധിപത്യത്തെ കുറിച്ച് അതിന് മൗലികമായ വിയോജിപ്പുണ്ട്. മഹാത്മാഗാന്ധിയും ജനാധിപത്യത്തെ കുറിച്ച് വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും എന്ന് പറയുന്ന പ്രയോഗം വളരെ അർത്ഥവത്താണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ആവാസ വ്യവസ്ഥ നിശ്ചയിച്ചു തന്ന അല്ലാഹ്, ആ ആവാസ വ്യവസ്ഥയിൽ ഏറ്റക്കുറച്ചിലില്ലാതെ ഈ ഭൂമിയിലെ പ്രപഞ്ചഘടന സൂക്ഷ്മമായി വിലയിരുത്തി നിശ്ചയിച്ചു തന്ന റബ്ബ്, ആ റബ്ബിന്റെ വിധി, ആ റബ്ബിന്റെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം. അതിൽ ജനത്തിന്റെ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ നിങ്ങൾ അംഗീകരിക്കണം എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിച്ചതാണ്. അപ്പൊ ജനപ്രാതിനിധ്യവും അള്ളാഹുവിന്റെ നിയമങ്ങളും സൃഷ്ടാവിന്റെ നിയമങ്ങളും അംഗീകരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഭരണ വ്യവസ്ഥയെ കുറിച്ച് ലോകത്ത് പ്രതിപാദിച്ച ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് ഏറ്റക്കുറച്ചിലില്ലാതെ പഠിപ്പിക്കുകയാണ്, ഏറ്റക്കുറച്ചിലില്ലാതെ പറയുക മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികളുടെ പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരാണ് എന്ന ചാപ്പയടികൾ, മുദ്രകൾ, അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ബ്രാൻഡിങ്ങുകളും എല്ലാ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഒരു വിശദീകരണ സമ്മേളനം നടച്ചതുകൊണ്ട് മാത്രമല്ല, അതിന്റെ മുമ്പും അതിന് ശേഷവുമെല്ലാം എല്ലാവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിരന്തരമായി അതിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ അതിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ, അതിന്റെ സംവിധാനങ്ങൾക്കെതിരെ, അതിന്റെ പത്രങ്ങൾക്കെതിരെ, അതിന്റെ ചാനലുകൾക്കെതിരെ എല്ലാം നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിഹാസങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരവാദ പട്ടങ്ങൾ ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ഏതാണ് സഖാവ്, യഥാർത്ഥത്തിൽ ഏതാണ് സംഘപരിവാറുകാരൻ, ഏതാണ് CPMകാരൻ എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ്. ഇത് നിങ്ങൾക്ക് അപകടമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നിങ്ങളതിനെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ എല്ലാ അവസാനത്തെ ആയുധം പുറത്തെടുത്ത് ഭരണവിരുദ്ധ വികാരത്തെ വർഗീയത കൊണ്ട് പ്രതിരോധിക്കാമെന്ന അവസാനത്തെ ആയുധമെന്നും നിങ്ങൾ പുറത്തെടുത്തിട്ടും ജനം പുറംകാലുകൊണ്ട് നിങ്ങളെ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതിന്റെ ഇൻഡിക്കേഷൻ നൽകിയ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ത്രിപുരയും ബംഗാളും നിങ്ങൾ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ഭരിച്ചവരാണ്. ഇന്ന് കാലിനടിയിൽ മണ്ണൊലിച്ചു പോയ ദേശങ്ങൾ
ലോകത്ത് നിങ്ങൾ സോവിയറ്റ് യൂണിയനിലേക്കൊന്നും പോകേണ്ടതില്ല. ത്രിപുര മതി, വെസ്റ്റ് ബംഗാൾ മതി, എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. നിങ്ങൾ ഓഫീസുകളിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ആ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഓഫീസിൽ എങ്ങനെയാണ് താമരയുടെ സ്റ്റിക്കർ പതിച്ചത്, നിങ്ങളുടെ ചുവന്ന കൊടിക്ക് പകരം എങ്ങനെയാണ് കാവിക്കൊടി അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പത്തിൽ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാൻ പാകത്തിലുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു വെസ്റ്റ് ബംഗാളിൽ നിങ്ങളുടെ സഖാക്കളായി മാറിയത്, ത്രിപുരയിൽ നിങ്ങളുടെ സഖാക്കളായി മാറിയത്. അതിന്റെ അതേ കോപ്പിയാണ് കേരളത്തിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ താൽക്കാലികമായി നേട്ടം നിങ്ങൾ നേടിയെടുത്തേക്കാം, അല്ലെങ്കിൽ ചില സീറ്റുകൾ നിങ്ങൾക്ക് വർദ്ധിച്ചേക്കാം. ആത്യന്തികമായി നിങ്ങളുടെ തന്നെ മേൽവിലാസത്തെ കൊന്നു കുഴിച്ചുപൂടുന്ന ആഖ്യാനങ്ങൾക്കാണ് നിങ്ങൾ തിരികൊളുത്തിയിട്ടുള്ളത് എന്ന് ഗുണകാംക്ഷപൂർവ്വം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ സൗഹാർദ്ദം തകർക്കുന്ന, സഹോദര്യം തകർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി ഇസ്ലാമിനെയും ഇസ്ലാമിക മൂല്യങ്ങളെയും അറ്റാക്ക് ചെയ്യുന്ന, ആക്രമിക്കുന്ന രീതി അവസാനിപ്പിച്ചുകൊണ്ട് സത്യസന്ധമായി ഇസ്ലാമിനോട് സംവാദമുണ്ടെങ്കിൽ, ഇസ്ലാമിനോട് വിയോജിപ്പുണ്ടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങളത് സംവദിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അവസാനമായി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഭരണങ്ങളിൽ ഏറ്റവും പ്രധാനമായും ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ 153 വകുപ്പ് ചുമത്തി മതവിദ്വേഷത്തിന് കേസെടുത്ത പല ആളുകളും ഇന്ന് പുറത്ത് വിലസി നടക്കുകയാണ്. ചില പേരുകാർ മാത്രം, പ്രത്യേകിച്ച് മുസ്ലിം പേരുകാർ പ്രതികളായി വരുമ്പോൾ മാത്രം അവരെ ജയിലിലടക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവർക്ക് UAPA ചുമത്തുന്നു. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ RSSകാരും മറ്റും കൊന്നെടുക്കുന്ന സന്ദർഭത്തിൽ അവർ നിർലോഭം ജയിലിൽ നിന്ന് പുറത്തു പോകുന്നു, അവർക്ക് ജാമ്യം ലഭിക്കുന്നു. റിയാസ് മൗലവിയുടെയും ഫൈസലിന്റെയും ഒക്കെ വധങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിന്റെ സമീപനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ കേരളത്തിൽ ഒരു പ്രമാദമായ കേസിൽ പ്രതിയായാൽ ഉടൻ അദ്ദേഹത്തിന് മാനസിക രോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സൈക്കാട്രിയിൽ നിന്നല്ല, യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ കേരളത്തിലെ സംഘപരിവാറുകാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആഭ്യന്തര വകുപ്പായി കേരളം മാറിയിരിക്കുകയാണ്. കേസുകളിലെല്ലാം നിങ്ങൾ ട്രാക്ക് റെക്കോർഡുകൾ എടുത്ത് പരിശോധിക്കുക. ആ ട്രാക്ക് റെക്കോർഡുകളിലെല്ലാം ഇതിന്റെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്തേക്ക് വരുന്ന ആളുകളെ അത്തരത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. കൂത്തുപറമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കുക. കൂത്തുപറമ്പിൽ കൊന്നൊടുക്കിയ ആളുകൾ, കൂത്തുപറമ്പിൽ വെടിവെപ്പിൽ രക്തസാക്ഷികളായ ആളുകൾ, ആ രക്തസാക്ഷിത്വത്തെ മൂലധനമാക്കിയിട്ടാണ് കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഭരണത്തിലേക്ക് തുടർച്ചയായി വന്നു കയറിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ വെടിവെപ്പിന് നേതൃത്വം നൽകിയ ആളുകളെ കേരളത്തിന്റെ പോലീസിന്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ഡീലുകളാണ് അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായും CPMകാർക്ക് പോലും അവിടെ പ്രവേശനമില്ല, അവിടെ യഥാർത്ഥത്തിൽ സഖാക്കൾക്ക് പോലും അവിടെ വോയിസ് ഇല്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ കൂടെ 9 കൊല്ലം ജീവിച്ചൊരു MLA ആണ്. ഞങ്ങൾക്ക് വോയിസ് ഇല്ല, ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് നിങ്ങളുടെ പോലീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പോലീസിൽ വിവേചനം ഉണ്ടാവുകയാണ്. പോലീസിന് മാത്രമല്ല, ഇപ്പോൾ റവന്യൂവിലും വിദ്യാഭ്യാസ വകുപ്പിലും എല്ലാം വിവേചനങ്ങൾ നടമാടുകയാണ്. സൂംബ ഡാൻസിനെതിരെ ഒരു അധ്യാപകൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് വിസ്ഡം ജനറൽ സെക്രട്ടറിയായ TK അഷ്റഫ് സാഹിബിനെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച റബേഷ് എന്ന് പറയുന്ന DYFIയുടെ പ്രവർത്തകൻ ഇന്നും സർവീസിലുണ്ട്. എത്ര മാരകമായ വർഗീയതയാണ്, വിദ്വേഷ പ്രചരണമാണ് വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം തിരികൊളുത്തിയത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം സുഗമമായി ഇന്നും സർവീസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ വകുപ്പുകളിലും മതപരമായ രീതിയിൽ വിവേചനം കൽപ്പിക്കുന്ന കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയിലെ പോലീസ് സംവിധാനങ്ങൾ പരിശീലിച്ച് ശീലിച്ച, അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഉള്ള പോലീസ് സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ അവിടുത്തെ മുസ്ലിം സഹോദരന്മാരോടും മുസ്ലിം താമസ സ്ഥലങ്ങളോടും സ്ട്രീറ്റുകളോടും പുലർത്തുന്ന സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത രീതിയിൽ കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ മാറാൻ പോകുന്നതിൻ്റെ അജണ്ടകൾ ഒരുക്കിയ വർഷങ്ങളാണ് കഴിഞ്ഞ 9 വർഷങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജാഗ്രതയോടുകൂടി കേരളത്തിലെ ഭരണത്തെക്കുറിച്ച് നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മുസ്ലിം വിരുദ്ധതയുടെ, അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധതയുടെ ആശയങ്ങളെയും പ്രയോഗ മാതൃകകളെയും എമ്പാടും നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇത് ലിബറലിസത്തിന്റെ അഴിഞ്ഞാട്ടം നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. സാഹോദര്യത്തെയും സൗഹാർദ്ദത്തെയും കടക്കൽ കത്തിവെക്കുന്ന
പരാമർശങ്ങൾ നിരന്തരമായി ക്യാപ്സൂളുകളായി കേരളത്തിന്റെ തെരുവുകളിൽ ടൺ കണക്കിന് ഇസ്ലാമോഫോബിയുടെ ഉൽപ്പന്നങ്ങൾ CPM-കാർ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വാരി വിഴുങ്ങുന്ന പണി മാത്രമാണ് കേരളത്തിലെ BJP-കാർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് അത്യന്തം അപകടകരമാണ്. നിങ്ങൾ തകർന്നാലും ശരി, നിങ്ങൾ വാണാലും ശരി, പക്ഷേ ഈ സംസ്ഥാനത്തെ പെറുക്കിയെടുക്കാൻ സാധിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത് തകർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ കൈവിട്ട കളി കളിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്ന ഗുണകാംക്ഷയുള്ള ഒരു സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ വിശദീകരണ സമ്മേളനത്തിൽ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് വിമർശിക്കാം, ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾക്ക് വിയോജിക്കാം, ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾക്ക് സംവദിക്കാം. പക്ഷെ സത്യസന്ധമായി ഒരാവർത്തിയെങ്കിലും ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ സാഹിത്യങ്ങൾ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. അതിന്റെ നേതാക്കന്മാരുടെ ലേഖനങ്ങളും പരമ്പരകളും നിങ്ങൾ വായിക്കണം, അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണം. എന്നിട്ട് നിങ്ങൾ വിമർശിക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾ വിമർശിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വായിച്ചു നോക്കാൻ മെനക്കിടാതെ സംഘപരിവാറിനേക്കാൾ വിഷലിപ്തമായ അജണ്ടകൾ കേരളത്തിന്റെ തെരുവിലേക്ക് ഒഴുക്കുമ്പോൾ കേരളം നിന്ന് കത്താൻ പാകത്തിലുള്ള ഇന്ധനമാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്ന ആർജവത്തോടുകൂടി ഈ കേരളത്തിന്റെ തെരുവിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ആര് പറഞ്ഞിട്ടില്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി പറയും എന്നതിന്റെ ഉദാഹരണമാണ് ഈ വിശദീകരണ സമ്മേളനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരെ, യഥാർത്ഥത്തിൽ അതിന്റെ എല്ലാ നന്മകൾക്കെയും സൗന്ദര്യത്തിന്റെയും എതിരെ വിഷലിപ്തമായ അജണ്ടകൾ പരത്തിക്കൊണ്ടിരിക്കുകയും അതിന്റെ മുതലെടുപ്പ് കേരളത്തിലെ നാസ്തികരും ലിബറലിസ്റ്റുകളും അതുപോലെ തന്നെ സംഘപരിവാറും എല്ലാം ആമോദപൂർവ്വം കൊയ്തെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുളം കുടിക്കുകയാണ്. അവർ കോശാന പാടുന്ന മതസംഘടനകളോട് അങ്ങേയറ്റം ഗുണകാംക്ഷയോടുകൂടി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി കുഴലൂതുന്നത് നിങ്ങളെ തന്നെ കുഴിമാടങ്ങൾ ഒരുക്കിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കുഴിമാടങ്ങൾ ഒരുക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള കുഴിമാടങ്ങൾ നിങ്ങളുടെ ഭാഗത്തിൽ ഒരുക്കി വെച്ചുകൊണ്ടാണ് അവർ നിങ്ങളെ കൂടെ കൂട്ടുന്നത്, നിങ്ങൾ അടുപ്പിച്ചു നിർത്തുന്നത് എന്ന സാമാന്യ ബുദ്ധിയെങ്കിലും മനസ്സിലാക്കണം. ഏതുപോലെ ബോൾഷെവിക് റവല്യൂഷനിൽ സഖാവ് ലെനിൻ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളായ ചില സഖാക്കളോട് പറയാൻ, നിങ്ങൾ ഇതിന് അണിനിരക്കണം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പഴയ കോപ്പി ഞങ്ങളുടെ കയ്യിലാണ്, അത് നിങ്ങൾക്ക് നേടിത്തരാം. ഖുർആനിന്റെ കോപ്പി വിമോചിപ്പിക്കാൻ ഞങ്ങളുടെ സമരത്തെ പിന്തുണക്കാതെ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോൾഷെവിക് റവല്യൂഷനിൽ സഖാവ് ലെനിൻ മാപ്പിളാവുകൾ എന്ന് നമ്മൾ പറയുന്ന മാപ്പിള സഖാക്കൾ അണിനിരത്തുകയാണ്. അങ്ങനെ അണിനിരത്തിക്കൊണ്ട് ആവേശപൂർവ്വം വിശുദ്ധ ഖുർആനിന്റെ കോപ്പി യഥാർത്ഥത്തിൽ കണ്ടെത്തുവാൻ വേണ്ടി ബോൾഷെവിക് റവല്യൂഷൻ അണിനിരന്ന ആളുകൾ അങ്ങനെ ആവേശപൂർവ്വം വിശുദ്ധ ഖുർആന്റെ കോപ്പി കിട്ടുമെന്ന് കരുതി അതിൽ അണിനിരന്ന മനുഷ്യർ അങ്ങനെ വിപ്ലവം വിജയിക്കുന്ന ഘട്ടമെത്തി. സോവിയറ്റ് യൂണിയന്റെ സമ്പൂർണ്ണ സമഗ്രാധിപത്യത്തിലേക്ക് ബോൾഷെവിക്കൾ നീങ്ങി വന്ന ഘട്ടമെത്തി. അപ്പോൾ അവരുടെ അധീനതയിൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം തഷ്കണ്ടിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ അദ്ദേഹം പാരായണം ചെയ്ത അദ്ദേഹത്തിന്റെ രക്തപ്പാടുകൾ ഇന്നും മുടങ്ങാതെ സൃഷ്ടിക്കുന്ന മുസാഫുണ്ട് തഷ്കണ്ടിലെ മ്യൂസിയത്തിൽ. ആ മ്യൂസിയത്തിലെ മുസാഫിന് എന്തു ചെയ്യണം? അത് എടുത്തുകൊണ്ടുപോയി ഇവിടത്തെ നമ്മുടെ കൂടെ വിപ്ലവത്തിൽ അണിചേർന്ന സഖാക്കൾക്ക് കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോ സഖാവ് ലെനിന്റെ മറുപടി എന്ന് പറയുന്നത് അത് കത്തിച്ചു കളഞ്ഞേക്കുമെന്നാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ വൻ സന്നാഹവുമായി ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കണ്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന അല്പം സുബോധമുള്ള ആളുകൾ എല്ലാ കൂട്ടത്തിലും ഉണ്ടാകുമല്ലോ. ആ കൂട്ടത്തിലുമുള്ള ജനറൽ അലി അക്ബർ പാഷ എന്ന് പറയുന്ന സൈനിക കമാൻഡർ ഒരു ട്രെയിൻ ഓടിച്ചുകൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹമാണ് ആ ഖുർആനിന്റെ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി സംരക്ഷിച്ചു നിർത്തിയത്. അതുകൊണ്ട് ഖുർആനിന്റെ കോപ്പി കാട്ടി ഇത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആമോഹിപ്പിക്കുന്ന എല്ലാവരും നിങ്ങളുടെ അസ്തിത്വം തന്നെ കത്തിച്ചു കളയാൻ ഭാഗപ്പെട്ട വിധത്തിൽ വിപ്ലവം ആവാഹിച്ചവരാണെന്ന തിരിച്ചറിവ് നിങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ പാഠം യഥാർത്ഥത്തിൽ നിങ്ങൾക്കതെമ്പാടും പകർന്നു നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഗുണകാംക്ഷപൂർവ്വം CPM-ന്റെ അനുഭാവികളായ ആളുകളുണ്ട്, ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായ ആളുകളുണ്ട്. സത്യസന്ധമായി പാർട്ടിക്ക് നിങ്ങളുടെ ചിന്ത തലച്ചോറ് പണയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തുക. നിങ്ങൾ ചെയ്യുന്ന പണി
ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രം ക്ഷീണമേൽപ്പിക്കുന്നതാണോ? അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കല്ല ക്ഷീണമേൽപ്പിക്കുന്നത്. 10-24 സ്റ്റേറ്റുകളിൽ പരന്നു കിടക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കേരളം അതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. നിങ്ങൾ എത്ര അറ്റാക്ക് ചെയ്താലും അതിൻ്റെ ശക്തിയോ ആശയങ്ങളോ ചോർന്നു പോകാൻ പാകത്തിലുള്ളതല്ല അതിൻ്റെ ഘടനയും അതിൻ്റെ സംവിധാനവും ആശയവും എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ നിലകൊള്ളുന്ന കേരളത്തിൻ്റെ ഭൂമികയെ വിഷലിപ്തമാക്കാനുള്ള ഫാക്ടറികളാണ് നിങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് നോ പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരെക്കാൾ മുൻപന്തിയിൽ നിങ്ങൾ തന്നെ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടിമാടങ്ങൾ കൂടി തോണ്ടിയിട്ടാണ് ഈ നരേശനും ഈ ആഖ്യാനവും പൂർത്തിയാവുകയുള്ളൂ എന്ന് ഗുണകാംക്ഷപൂർവ്വം ആവർത്തിച്ച് നിങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം, അറിയാൻ പരിശ്രമിക്കണം. ഒരു സമയത്തെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ദൂരെ നിന്നെങ്കിലും വീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാം ഇതിന് അനുഭാവികളും പ്രവർത്തകരുമായ ആളുകൾ. അവരുമായി നിങ്ങൾ സഹവസിക്കണം. അവർ ആയുധമെടുക്കുന്നവരാണോ? അവർ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ? അവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണോ? സത്യസന്ധമായി അവരെ നിരീക്ഷിക്കണം. അവർ മഹത്തായ ഒരു ആശയത്തിന്റെ സൗന്ദര്യം ആവാഹിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരുടെ പ്രവർത്തനങ്ങളെയും ആശയങ്ങളെയും നിങ്ങൾ പരിശോധിക്കണം. സാധ്യമാകുമെങ്കിൽ നിങ്ങൾ ഇതിനോട് ചേർത്ത് നിൽക്കാൻ തയ്യാറാവണം. അല്ല, ഒരു നിലക്കും ഇതിനോട് നിങ്ങൾക്ക് കഴിയില്ല എങ്കിലും നിങ്ങൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിനോട് വിയോജിച്ചു കൊള്ളുക. നിങ്ങൾ വിമർശനം ഉന്നയിച്ചു കൊള്ളുക. ഇതിനോട് വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ, ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങളുടെ ഒരു വീട്ടുമുന്നിലും മാഷാ അല്ലാഹ് സിക്കറൊട്ടിച്ച ഇന്നോവ എത്തുകയില്ല. കാരണം ജനാധിപത്യപരമായ സംവാദത്തിന്റെ വഴി എല്ലാ കാലത്തും സുതാര്യമായി സ്വീകരിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഈ രാജ്യത്തെ സമൂഹത്തെ, ഈ രാജ്യനിവാസികളോടും ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ആവാസ വിപത്തയോടും പരിസ്ഥിതിയോടുമെല്ലാം തികഞ്ഞ ഗുണകാംക്ഷ പുലർത്തി പ്രവർത്തിച്ചു പോന്നിട്ടുള്ള 7.5 പതിറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ആവർത്തിച്ച് വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.